കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ NCPയിൽ വലിയ നീക്കങ്ങൾ നടക്കുകയാണ്. PC ചാക്കോ അതിന്റെ മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട്. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ MLA സ്ഥാനം രാജിവെക്കുമെന്ന നിലപാടിലാണ്. പക്ഷേ കെ ശശീന്ദ്രൻ സ്റ്റെഫിനാണ് വിവരങ്ങളുമായി. സ്റ്റെഫിൻ, NCPയിൽ നേരത്തെ തന്നെ അധികാര തർക്കം വലിയ തോതിൽ ഉണ്ടായിരുന്നു. കെ ശശീന്ദ്രനെ മാറ്റുന്ന കാര്യത്തിൽ ഇനി ശരത് പവാർ ആയിരിക്കും തീരുമാനമെടുക്കുക. അന്തരത്തിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചകളും റിപ്പോർട്ടുകളും ഊഹാപോഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സംഭവിക്കുന്നതാണ്, മന്ത്രിക്ക് ഒഴിയേണ്ടി വരുമോ? രതീഷ്, ഏതായാലും ഈ ഘട്ടത്തിൽ കെ ശശീന്ദ്രൻ ഒഴിയുന്ന കാര്യത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ NCPയിൽ സാധ്യമല്ല. കാരണം കെ ശശീന്ദ്രൻ ഒഴിയുന്ന കാര്യത്തിൽ സംസ്ഥാന പ്രസിഡന്റോട് പറഞ്ഞിരിക്കുന്നത്, അഥവാ ഏതെങ്കിലും തരത്തിൽ ഒരു സമ്മർദ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ MLA സ്ഥാനം കൂടി രാജിവെക്കുമെന്നുള്ളതാണ്. അതിന്റെ ഒരു സൂചന എന്ന് പറയുന്നത്, ഒരു കാരണവശാലും താൻ ഒഴിയാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ താൻ ഒഴിയാൻ തയ്യാറല്ല എന്നൊരു നിലപാട് തന്നെയാണ് കെ ശശീന്ദ്രൻ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് നിലയിൽ ഈ കാര്യം മുന്നോട്ട് പോകും എന്നുള്ള ഒരു ആശയക്കുഴപ്പം NCPക്കകത്ത് തന്നെ ഉണ്ട്. പ്രത്യേകിച്ചും കെ തോമസിന് ഒരു വർഷത്തേക്കെങ്കിലും മന്ത്രിസ്ഥാനം കൊടുക്കണം എന്നൊരു ആവശ്യം പല ജില്ലാ പ്രസിഡന്റുമാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് എങ്കിൽ പോലും എന്താകും ഒരു അന്തിമ തീരുമാനം എന്നതിലാണ് നമ്മൾ ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ഏതായാലും ഇനി അന്തിമ തീരുമാനം വരേണ്ടത് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നാണ്. ഏതായാലും ഈ ഘട്ടത്തിൽ ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട് ഈ കാര്യമടക്കം അറിയിച്ചു എങ്കിൽ പോലും പാർട്ടിക്കകത്ത് കെ ശശീന്ദ്രനെതിരായിട്ടുള്ള ഒരു വികാരമുണ്ട് എങ്കിൽ പോലും കെ ശശീന്ദ്രൻ ഇപ്പോൾ ഏതായാലും മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിയാൻ തയ്യാറല്ല എന്നൊരു കാര്യമാണ് പാർട്ടിയെ അറിയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് വിട്ട് NCPയിലേക്ക് പോകുന്നു. അവിടുത്തെ പലരെയും കൂടെ കൂട്ടിയ ഒരു സ്വന്തം ഗ്രൂപ്പായി, ഒരു പവർ ഗ്രൂപ്പായി അവിടെ മാറി മറ്റുള്ളവരെ ഒതുക്കുന്നു. ഇങ്ങനെ ഒരു ആക്ഷേപമാണല്ലോ മറുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. PC ചാക്കോയുടെ നിലപാട് എന്താണ് ഇപ്പോൾ? ശശീന്ദ്രനെ മാറ്റം എന്നതാണോ അതോ മറുഭാഗത്തിനൊപ്പമാണോ? രതീഷ്, ഏതായാലും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ജില്ലാ പ്രസിഡന്റുമാരുടെ ഒരു യോഗം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വിളിച്ചിരുന്നു. അതിൽ 9 ജില്ലയിൽ നിന്നുള്ള പ്രസിഡന്റുമാരും ശശീന്ദ്രനെ മാറ്റണം എന്നൊരു ആവശ്യം ഉന്നയിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതനുസരിച്ച് കേന്ദ്ര നേതൃത്വത്തെ ഈ കാര്യം PC ചാക്കോ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ കണ്ട് ഈ കാര്യം ധരിപ്പിക്കാൻ ഉള്ളൊരു നിർദ്ദേശമായിരുന്നു PC ചാക്കോയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷെ ഏതായാലും കെ ശശീന്ദ്രന്റെ ഭാഗത്തു നിന്നും ഏതായാലും സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കില്ല, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു കൊടുക്കില്ല എന്നൊരു നിലപാട് തന്നെയാണ് തുടരുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പവും മറ്റ് ആളുകൾ, നേരത്തെ തന്നെ രതീഷ് പറഞ്ഞതുപോലെ കോൺഗ്രസിൽ നിന്നാണ് PC ചാക്കോ NCPയിലേക്ക് വരുന്നത്. പക്ഷേ NCPയുടെ മുഖം ഇപ്പോഴും കെ ശശീന്ദ്രൻ എന്ന ഒറ്റ നേതാവിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ NCPയിൽ എന്ത് നിലപാട് ഇനി PC ചാക്കോ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം സ്വീകരിക്കും എന്നുള്ളതാണ് ഏറെ നമ്മൾ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും മന്ത്രിസ്ഥാനം ഒഴിയാൻ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് കെ ശശീന്ദ്രൻ വ്യക്തമാക്കുന്നത്.